നമ്മുടെ ചാനലിലെ ഒരു സബ്സ്ക്രൈബറായ അജ്മൽ കുറച്ച് നാൾ മുമ്പ് എനിക്കൊരു പുസ്തകം അയച്ചു തന്നിരുന്നു. ഡാർവിൻ്റെ പ്രാർത്ഥന എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. പരിണാമ സിദ്ധാന്തത്തിനെതിരെയുള്ള വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരുപാട് പേജുകളുള്ള ഒരു പുസ്തകമാണ്. ഈ പുസ്തകത്തിൽ പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ടോ എന്നാണ് അജ്മലിന് അറിയേണ്ടത്. ഇതിലുള്ള മുഴുവൻ കാര്യങ്ങളും വായിച്ച് അത് അതേപടി അവതരിപ്പിച്ച് അതിൻ്റെ സത്യാവസ്ഥ പരിശോധിക്കുക എന്ന് പറയുന്നത് ഒരു യൂട്യൂബ് വീഡിയോയിലൂടെ നമുക്കൊരിക്കലും ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യമല്ല. അത്രയും വലിയൊരു പുസ്തകമാണ്. അതുകൊണ്ട് തന്നെ ഇതിലെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ചാപ്റ്റർ എടുത്ത് അതിൽ പരിശോധന നടത്തിയാണ്. ഈ പുസ്തകം ഞാൻ മുഴുവനും വായിച്ചു. എനിക്ക് ഏതാണ്ട് ഒരു 1.5 മാസം വേണ്ടി വന്നു ഇത് പൂർണ്ണമായിട്ടും വായിക്കാൻ. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അധ്യായം എടുക്കുകയാണ്. ആ അധ്യായത്തിൽ മൈക്കിൾ ബീഹി എന്ന ഒരു ഗവേഷകനെ കുറിച്ച് പറയുന്നുണ്ട്. അദ്ദേഹം 1998 പ്രസിദ്ധീകരിച്ച ഡാർവിൻസ് ബ്ലാക്ക് ബോക്സ് എന്ന ഒരു പുസ്തകത്തെക്കുറിച്ചും പറയുന്നുണ്ട്. അതിൽ അദ്ദേഹം പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത് ഒരു കോൺസെപ്റ്റിനെ കുറിച്ചാണ്, ഇറെഡ്യൂസിബിൾ കോംപ്ലക്സിറ്റി. ആദ്യം നമുക്ക് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന വാദങ്ങൾ എന്താണെന്ന് പരിശോധിക്കാം. അതിനുശേഷം ഗവേഷകർക്ക് അതിലെന്തെങ്കിലും കാര്യങ്ങൾ പറയാനുണ്ടോ, അതോ പരിണാമ സിദ്ധാന്തം പൂർണ്ണമായിട്ടും ഒരു മിഥ്യയാണോ, ഇതൊക്കെ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഈ പുസ്തകത്തിൽ അദ്ദേഹം പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ഡാർവിൻ ഒരിക്കലും മൈക്രോസ്കോപ്പിക് ലെവലിലുള്ള അല്ലെങ്കിൽ മോളിക്കുലാർ ലെവലിലുള്ള ജീവജാലങ്ങളെ പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ടേയില്ല. അദ്ദേഹം പഠിച്ചത് മുഴുവനും നല്ല വലിപ്പമുള്ള ജീവികളെയാണ്. ഉദാഹരണത്തിന് ഫിഞ്ചസ് പക്ഷികളുടെ ബീക്ക്. പ്രധാനപ്പെട്ട മൈക്രോ ഓർഗാനിസത്തെ വിട്ടുപോയതുകൊണ്ടാണ് അദ്ദേഹം ഈ പുസ്തകത്തിന് തന്നെ ഡാർവിൻസ് ബ്ലാക്ക് ബോക്സ് എന്ന് പേര് കൊടുത്തിരിക്കുന്നത്. മൈക്കിൾ ബീഹിയുടെ വാദം അനുസരിച്ച് വളരെയധികം സൂക്ഷ്മ വലിപ്പത്തിൽ മാത്രമുള്ള ഒരു ബാക്ടീരിയ എടുത്താൽ പോലും ആ ബാക്ടീരിയയ്ക്ക് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരുപാട് അവയവങ്ങളുണ്ട്. ഏകദേശം 50ഓളം അവയവങ്ങൾ വരുന്ന ബാക്ടീരിയകൾ വരെയുണ്ട്. ഇതിലുള്ള ഒരൊറ്റ അവയവം ഇല്ലാതെയായി കഴിഞ്ഞാൽ പിന്നെ ആ ബാക്ടീരിയയ്ക്ക് നിലനിൽപ്പില്ല. അതിലെ 1-2 ഭാഗങ്ങൾ ഇല്ലാതെ ആയാൽ പോലും ആ ബാക്ടീരിയകൾക്ക് ഒരിക്കലും നിലനിൽക്കാൻ സാധിക്കില്ല. ഡാർവിൻ്റെ തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ ഗ്രാജുവലിസമാണ്. അതായത് വളരെ പതിഞ്ഞ വേഗതയിൽ ഓരോ ഘട്ടങ്ങളിലായി ഓരോരോ പുതിയ അവയവങ്ങൾ ഉണ്ടായി വരുന്നു. അങ്ങനെ ഒരുപാട് വർഷങ്ങൾ കൂടുമ്പോഴാണ് ഒരു ബാക്ടീരിയയുടെ 50ഓളം വരുന്ന വ്യത്യസ്തമായിട്ടുള്ള അവയവങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ പാർട്സ് വരുന്നത്. പക്ഷേ അതിലൊരു പാർട്ടില്ലെങ്കിൽ പോലും ആ ജീവിക്ക് നിലനിൽക്കാൻ കഴിയില്ല. അപ്പോൾ എങ്ങനെയാണ് അത് ആദ്യഘട്ടങ്ങളിലൊക്കെ നിലനിന്നത്? 49 ഭാഗം ഉണ്ടായിരുന്നപ്പോൾ പോലും അതിന് നിലനിൽക്കാൻ സാധിക്കില്ല. അപ്പോൾ എങ്ങനെയാണ് ആദ്യത്തെ 5 ഭാഗം അല്ലെങ്കിൽ 10 പാർട്ടുകൾ, അതുമല്ലെങ്കിൽ ഒരു 15 പാർട്ടുകളൊക്കെ മാത്രം ഉണ്ടായിരുന്നപ്പോൾ എങ്ങനെ ആ ജീവിക്ക് നിലനിൽക്കാൻ സാധിച്ചു? അതായത് ഒറ്റയടിക്ക് ആ മൈക്രോ ഓർഗാനിസം ഇപ്പോൾ കാണുന്ന ആ രൂപത്തിലേക്ക് മാറിയാൽ മാത്രമാണ് അതിന് നിലനിൽക്കാൻ സാധിക്കുന്നത്. അതിന് മുമ്പുള്ള ഇൻ്റർമീഡിയറ്ററി സ്റ്റേജുകളൊക്കെ ഉപയോഗശൂന്യമാണ്. ആ പുസ്തകത്തിൽ തന്നെ ഇത് സത്യമാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു അനാലജിയും അദ്ദേഹം കാണിക്കുന്നുണ്ട്. ആ അനാലജി ഒരു മൗസ് ട്രാപ്പാണ്, ഒരു എലിയെ പിടിക്കുന്ന ഒരു കെണി. നമ്മുടെ നാടുകളിൽ അധികം ഉപയോഗിക്കാത്തൊരു കെണിയാണ്, പക്ഷേ നമ്മൾ ഇംഗ്ലീഷ് സിനിമകളിലൊക്കെ ഇത്തരത്തിലുള്ള കെണികൾ കണ്ടിട്ടുണ്ട്. ഈ കെണിക്ക് ഒരുപാട് ഭാഗങ്ങളുണ്ട്. അതിലൊരു പ്ലാറ്റ്ഫോം ഉണ്ട്, എലിയെ കുടുക്കാനുള്ള ഒരു ഹാമർ ഉണ്ട്. എലി പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ അതിനെ അവിടെ അമർത്തി വെക്കാനായിട്ട് ക്യാച്ച് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. ഹാമർ പെട്ടെന്ന് ശക്തമായിട്ട് വന്ന് അടിക്കാൻ വേണ്ടി ഒരു ഊർജ്ജം വേണം. ആ ഊർജ്ജം സ്പ്രിങ്ങിൻ്റെ രൂപത്തിലാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ സ്പ്രിങ്ങിൻ്റെ ആവശ്യമുണ്ട്. കൂടാതെ ഹാമറിനെയും ക്യാച്ചിനെയും തമ്മിൽ പരസ്പരം ബന്ധിപ്പിക്കുന്ന മറ്റൊരു അവയവമാണ് ഹോൾഡിംഗ് ബാർ. ഇതെല്ലാം കൂടി ചേരുമ്പോൾ ഒരു മൗസ് ട്രാപ്പായി. പക്ഷേ ഇതെല്ലാം കൂടിച്ചേർന്നാൽ മാത്രമേ ഒരു മൗസ് ട്രാപ്പായിട്ട് നിലനിൽക്കത്തുള്ളൂ. അതിലെ ഏതെങ്കിലും ഒരു ഭാഗം മാറ്റിക്കഴിഞ്ഞാൽ അത് പിന്നെ ഒരു മൗസ് ട്രാപ്പല്ല, അതിന് ഒരു ഉപയോഗവുമില്ല. അതിലാദ്യമുള്ളത് ഒരു തടിക്കഷ്ണമാണെങ്കിൽ ആ തടിക്കഷ്ണം മാത്രം എടുത്തിട്ട് ഒരിക്കലും നമുക്ക് ഒരു എലിയെയും പിടിക്കാൻ കഴിയില്ല. അല്ലെങ്കിൽ അതിലുള്ള 99% ഭാഗങ്ങൾ മാറ്റാതെ 1% മാത്രം എടുത്ത് മാറ്റിയാലും അതൊരു എലിക്കണിയാകില്ല. അത് എലിക്കണിയാകണമെങ്കിൽ അത് ആദ്യം മുതൽ തന്നെ ഒരു എലിക്കണി ആയിരിക്കണം. മൈക്കിൾ ബീഹ് ബയോളജിക്കലായിട്ടുള്ള ഒരു ഉദാഹരണവും കൊടുത്തിട്ടുണ്ട്. അതാണ് ബാക്ടീരിയൽ ഫ്ലജെല്ല. ഒരു മൈക്രോ ഓർഗാനിസമാണ്. ആ മൈക്രോ ഓർഗാനിസത്തിൻ്റെ മുൻഭാഗത്ത് ഒരു ചാട്ടവാറ് പോലെ നീണ്ടു കിടക്കുന്ന ഒരു അവയവമുണ്ട്. ആ അവയവം നന്നായിട്ട് കറങ്ങും. അതിൻ്റെ കറക്കമനുസരിച്ചിട്ടാണ് ആ ജീവി മുന്നോട്ട് സഞ്ചരിക്കുന്നത് വെള്ളത്തിലൂടെ. അതായത് ചുരുക്കി പറഞ്ഞാൽ ഒരു മോട്ടർ പോലെയാണ് അത് പ്രവർത്തിക്കുന്നത്. വാല് പോലെയുള്ള ആ അവയവത്തിൽ 40 വ്യത്യസ്തമായിട്ടുള്ള പ്രോട്ടീനുകളുണ്ട്. ആ 40 പ്രോട്ടീനുകൾ അവിടെ ഉള്ളതുകൊണ്ട് മാത്രമാണ് അതൊരു മോട്ടോർ പോലെ പ്രവർത്തിക്കുന്നത്. അതിലുള്ള ഏതെങ്കിലും ഒരു പ്രോട്ടീൻ കുറവാണെങ്കിൽ അതിനൊരിക്കലും മോട്ടോർ പോലെ പ്രവർത്തിക്കാനോ കറങ്ങാനോ സാധിക്കില്ല. അതിന് കറങ്ങാൻ സാധിക്കുന്നില്ലെങ്കിൽ ഒരിക്കലും ബാക്ടീരിയൽ ഫ്ലജെല്ലത്തിന് സഞ്ചരിക്കാൻ സാധിക്കില്ല.
അതിനൊരിക്കലും സഞ്ചരിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ അതിനൊരിക്കലും നിലനിൽക്കാൻ സാധിക്കില്ല. നാച്ചുറൽ സെലക്ഷൻ അനുസരിച്ച് ഈ 40 പ്രോട്ടീനുകൾ ഒറ്റയടിക്ക് ഉണ്ടായതല്ല. എവല്യൂഷനിൽ അങ്ങനെ ഒറ്റയടിക്കെല്ലാം ഉണ്ടാകില്ല. അത് പല ഘട്ടങ്ങളിലായിട്ടുണ്ടായി വന്നതാണ്. ഇപ്പോൾ 40 ആണെങ്കിൽ മുൻപ് അതൊരു 35 ആയിരിക്കും, അതിനു മുമ്പ് ഒരു 30 ആയിരിക്കും, അതിനു മുമ്പ് ഒരു 20 ആയിരിക്കും, അതിനു മുമ്പ് അതിനേക്കാളൊക്കെ വളരെ വളരെ കുറവായിരിക്കും. ആ ഘട്ടങ്ങളിലൊന്നും അതിന് നീന്താൻ സാധിക്കില്ല. അത് വർഷങ്ങൾ കൊണ്ട്, ലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് ഒന്നുമില്ലാത്ത പ്രോട്ടീനിൽ നിന്നും കുറേയധികം പ്രോട്ടീനുകൾ ഉണ്ടായി, പിന്നെയും പ്രോട്ടീനുകളുടെ എണ്ണം കൂടി അത് 40 ആയപ്പോൾ മാത്രമാണ് അതിന് നിലനിൽക്കാൻ സാധിച്ചത്. അതായത് അതിനു മുമ്പുള്ള ഘട്ടങ്ങളിലൊന്നും അത് ജീവിച്ചിരിപ്പേയില്ല. അങ്ങനെയാണ് അദ്ദേഹം ഈ പുസ്തകത്തിൽ പറയുന്നത്. ഞാൻ ഇപ്പോൾ പറയുന്ന കാര്യങ്ങളൊന്നും എൻ്റെ വാദഗതികളല്ല, ആ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ ഞാൻ അവതരിപ്പിക്കുന്നത്. ശേഷം നമുക്ക് അതിൻ്റെ ശാസ്ത്രീയമായിട്ടുള്ള വശങ്ങളിലേക്കും കടക്കാം. ബ്ലഡ് ക്ലോട്ടിങ്ങും ഉദാഹരണമായിട്ട് പറയുന്നുണ്ട്. നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും മുറിവുണ്ടായി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഒരു പാട വന്ന് അതങ്ങ് മൂടും, അല്ലെങ്കിൽ കൂടുതൽ ബ്ലഡ് വെളിയിലേക്ക് ഒഴുകിപ്പോകും. അങ്ങനെ ഒഴുകി പോകാതിരിക്കാനായിട്ട് ക്ലോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോട്ടീനുകളുണ്ട്. അത് ശരിക്കും ഒരു കാസ്കേഡ് പ്രോസസ്സാണ്, ഒന്നിന് പുറകെ ഒന്നായിട്ട് നടക്കുന്ന പ്രോസസ്സുകൾ. ആദ്യം ഒരു പ്രോട്ടീൻ എ, അത് പ്രോട്ടീൻ ബിയെ ഇനീഷ്യേറ്റ് ചെയ്യും, പ്രോട്ടീൻ ബി പ്രോട്ടീൻ സിയെ ഇനീഷ്യേറ്റ് ചെയ്യും, അതങ്ങനെ കുറേയധികം കടന്നു പോകും. അങ്ങനെ കാസ്കേഡായിട്ട് ഒരു പ്രോസസ്സ് നടക്കുന്നത് കൊണ്ട് മാത്രമാണ് ശരിക്കും അവിടെ ഒരു പാട വന്ന് മൂടുന്നത്. പക്ഷേ അതിലേതെങ്കിലും ഒരു പ്രോട്ടീനിൽ കുറവുണ്ടെങ്കിൽ ആ കാസ്കേഡ് പ്രോസസ്സ് ഒരിക്കലും നടക്കില്ല, അതവിടെ വെച്ച് നിന്നുപോകും. അങ്ങനെ നിന്നുപോയി കഴിഞ്ഞാൽ ഒരിക്കലും അവിടെ ഒരു പാട വന്ന് മൂടില്ല. പാട വന്ന് മൂടിയില്ലെങ്കിൽ ശരീരത്തിലുള്ള രക്തം മുഴുവനും ഊർന്നു പോയി ആ ജീവിക്ക് പിന്നീട് നിലനിൽക്കാൻ സാധിക്കില്ല. അതായത് ആ സ്പീഷീസിൽ പെട്ടിട്ടുള്ള ഒരു ജീവികൾക്കും പിന്നീട് അധിക നാൾ നിലനിൽക്കാൻ സാധിക്കില്ല. ഇനി എവല്യൂഷനിസ്റ്റുകളുടെ ശാസ്ത്രീയമായിട്ടുള്ള മറുപടി നമുക്ക് പരിശോധിക്കാം. അതിൽ ഒന്നാണ് കോ ഓപ്ഷൻ ആർഗ്യുമെൻറ്റ്. ബീഹിയുടെ കാഴ്ചപ്പാടനുസരിച്ച് ഒരു അവയവത്തിൻ്റെ മുമ്പുണ്ടായിരുന്ന ഒരു രൂപം, ആ മുമ്പുണ്ടായിരുന്ന രൂപം ഇപ്പോൾ ആ അവയവം എന്താണോ ചെയ്യുന്നത് അത് തന്നെയാണ് ചെയ്തിരുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. ഇപ്പോഴുള്ള രൂപം, ആ രൂപം ഇപ്പോൾ ചെയ്യുന്ന കാര്യങ്ങളല്ല അതിന് മുമ്പുണ്ടായിരുന്ന അതേ പാർട്ട് ചെയ്തിരുന്നത്. അതിൻ്റെ എണ്ണം കുറച്ച് കൊണ്ടുപോകുമ്പോൾ അതിന് വേറെ പല ഉപയോഗങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ബാക്ടീരിയൽ ഫ്ലജെല്ലം തന്നെ നമുക്ക് ഉദാഹരണമായിട്ട് എടുക്കാം. ഗവേഷകർ T3S കണ്ടെത്തിയിരുന്നു, ടൈപ്പ് 3 സെക്കൻഡറി സിസ്റ്റം. അത് ശരിക്കും ഒരു ഫ്ലജെല്ലം തന്നെയാണ്. ബാക്ടീരിയൽ ഫ്ലജെല്ലത്തിൻ്റെ ആ ചാട്ടവാറിന് പകരം ഇവിടെ ഉള്ളത് വളരെ നേർത്ത, ഒട്ടും തന്നെ ഡെവലപ്ഡ് അല്ലാത്ത ഒരു നീഡിൽ പോലുള്ള വസ്തുവാണ്. ആ നീഡിൽ ഉപയോഗിച്ചിട്ട് ഇതിന് വിഷം കുത്തിവെക്കാൻ സാധിക്കും. ബാക്ടീരിയൽ ഫ്ലജെല്ലം ശരിക്കും ആ ഡെവലപ്ഡ് ആയിട്ടുള്ള അവയവം ഉപയോഗിച്ചിട്ട് ഒരു ചാട്ടവാറ് പോലെ ചുരുട്ടുകയാണെങ്കിൽ T3SS ഒരു നീഡിൽ പോലെയാണ് ഉപയോഗിക്കുന്നത്. സയൻറ്റിസ്റ്റുകളുടെ രണ്ടാമത്തെ ആർഗ്യുമെൻറ്റ് സ്കാഫോൾഡിംഗ് സിസ്റ്റമാണ്. ഇത് ശരിക്കും ബീഹിയുടെ പുസ്തകം പബ്ലിഷ് ചെയ്യുന്നതിന് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് പ്രപ്പോസ് ചെയ്തിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ്. 1918 ജെനറ്റിക്സിൽ നൊബേൽ പ്രൈസ് കിട്ടിയ H.J. മുള്ളറാണ് ഇത് പ്രപ്പോസ് ചെയ്യുന്നത്. ഇതനുസരിച്ച് ഒരിക്കലും ബീഹി പറയുന്നത് പോലെയല്ല ഒരു ജീവിയുടെ പാർട്ട്, ഒരു പ്രത്യേക അവയവം ഉണ്ടായി വരുന്നത്. അതിന് ഒരു സ്കാഫോൾഡിംഗ് സിസ്റ്റം ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ ആ വളർച്ചയെ സഹായിക്കുന്ന തരത്തിലുള്ള ഒരു എക്സ്റ്റേണൽ ഫീച്ചർ ഉണ്ടായിരിക്കും. പിന്നീട് അത് പൂർണ്ണമായിട്ടും വളർന്നു വന്നതിന് ശേഷം ആ ഫീച്ചർ അവിടെ നിന്നും നഷ്ടമാവുകയായിരിക്കും. ഒരു അനാലജി ആയിട്ട് നമുക്ക് കട്ടകൾ കൊണ്ട് അടുക്കി ഉണ്ടാക്കിയ ഒരു സ്റ്റോൺ ആർച്ച് ബ്രിഡ്ജ് എടുക്കാം. ആ ബ്രിഡ്ജ് എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് ചിലർക്കെങ്കിലും ഒരു അത്ഭുതമായിരിക്കും. കാരണം കട്ടകൾ ഇങ്ങനെ ആർച്ചിൻ്റെ രൂപത്തിൽ അടുക്കി വെക്കണം. നമ്മളിങ്ങനെ കട്ടകൾ അടുക്കി വെക്കുമ്പോൾ അതിനങ്ങനെ നിലനിൽക്കാൻ പറ്റില്ല, അത് താഴെ പോകും. കാരണം ഒന്നിൻ്റെ മുകളിലായിട്ടല്ലല്ലോ, നമ്മളിങ്ങനെ ചരിച്ചാണ് ആർച്ച് ഉണ്ടാക്കുന്നത്. കട്ടകൾ ഇങ്ങനെ ചേർത്ത് വെച്ച് ആർച്ച് ഉണ്ടാക്കും. പക്ഷേ അതിനൊരു സ്കാഫോൾഡിംഗ് ഉണ്ടെങ്കിലോ, അതായത് നമ്മൾ ഈ വീടിൻ്റെയൊക്കെ മേൽക്കൂര വാർക്കുന്നത് പോലെ തന്നെ നമ്മൾ ഒരു സ്കാഫോൾഡിംഗ് കെട്ടി അതിൻ്റെ മണ്ടയ്ക്കാണ് നമ്മളിങ്ങനെ അടുക്കി വെക്കുന്നതെങ്കിൽ അതെല്ലാം കൃത്യമായിട്ട് സെറ്റായതിന് ശേഷം ആ സ്കാഫോൾഡിംഗ് അങ്ങ് ഊരി മാറ്റിയാൽ മതി, ആ ആർച്ച് അതുപോലെ തന്നെ നിലനിൽക്കും. അങ്ങനെയാണ് നമ്മൾ വീടിൻ്റെ മേൽക്കൂരയും വാർക്കുന്നത്. വാർത്ത് കഴിഞ്ഞ് അതെല്ലാം സെറ്റായതിന് ശേഷം നമുക്ക് സ്കാഫോൾഡിംഗ് എല്ലാം മാറ്റിക്കളയാം. അപ്പോൾ അത് മുകളിൽ നിന്ന് ഇടിഞ്ഞ് വീഴില്ല. പക്ഷേ കുറേ നാളുകൾക്ക് ശേഷം ഒരു വ്യക്തി വന്ന് ആ വീടിൻ്റെ മേൽക്കൂര നോക്കിക്കഴിഞ്ഞാൽ അയാൾക്ക് വീടുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഒരു ധാരണയും ഇല്ലെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം ഒരു അത്ഭുതമായിരിക്കും. എങ്ങനെയാണ് ഇതിങ്ങനെ മുകളിൽ എല്ലാം കൂടെ ചേർത്ത് വെച്ചത്? കോൺക്രീറ്റ് കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പം കോൺക്രീറ്റുകളെല്ലാം ഇങ്ങനെ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ അതവിടെ പെട്ടെന്ന് ഒട്ടിപ്പിടിക്കില്ലല്ലോ, അത് താഴേക്ക് വീടില്ല, അത് ഒരിക്കലും സാധിക്കില്ല. അത് അങ്ങനെ തന്നെ ഉണ്ടായി വന്നാൽ മാത്രമാണ്, ആ വീടായിട്ട് തന്നെ ഒരുമിച്ച് ഉണ്ടായി വന്നാൽ മാത്രമേ ആ വീടിന് നിലനിൽക്കാൻ കഴിയുള്ളൂ എന്നായിരിക്കും ഒരു കൂട്ടം ആളുകൾ, അതിനെക്കുറിച്ച് അറിയാത്ത ആളുകൾ വാദിക്കുക.
ബീഹിയുടെ മറ്റൊരു വാദമാണ് കണ്ണുകൾ വളരെ കോംപ്ലക്സ് ആണ്. ആ കോംപ്ലക്സ് ആയിട്ടുള്ള അവയവം അങ്ങനെ മാത്രമേ ഉണ്ടായി വരുള്ളൂ. അല്ലാതെ വളരെ ചെറിയ മറ്റെന്തെങ്കിലും ഒരു അവയവത്തിൽ നിന്നും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി ഒരിക്കലും വർഷങ്ങൾ കൊണ്ട് ഒരു കണ്ണിന് ഇപ്പോൾ കാണുന്ന ഒരു കണ്ണായിട്ട് മാറാൻ കഴിയില്ല. കാരണം ഇതിലെന്തെങ്കിലും ഇല്ലാതെ ആയിക്കഴിഞ്ഞാൽ, എന്തെങ്കിലും ഒരു കുറവ് സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നീട് ആ കണ്ണുകൊണ്ട് ഒരു പ്രയോജനവുമില്ല, നമുക്ക് ഒരു രീതിയിലുള്ള കാഴ്ചയും കാണാൻ കഴിയില്ല. പക്ഷേ ഇത് അപ്പാടെ തെറ്റാണ്. ഡാർവിൻ്റെ ഒറിജിൻ ഓഫ് സ്പീഷീസ് എന്ന പുസ്തകത്തിൽ തന്നെ ഇതിന് കൃത്യമായിട്ടുള്ള മറുപടിയുണ്ട്. ആദ്യകാലത്തെ കണ്ണുകൾ നമ്മൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന കണ്ണുകൾ പോലെ ആയിരുന്നില്ല. അത് പ്രകാശത്തെ തിരിച്ചറിയാൻ വേണ്ടി മാത്രമാണ് ഉപയോഗിച്ചിരുന്നത്. യൂഗ്ലീനയെ നമുക്ക് ഉദാഹരണമായിട്ട് എടുക്കാം. യൂഗ്ലീനയുടെ കണ്ണുകൾക്ക് ഒരിക്കലും നമ്മൾ കാണുന്ന പോലെ കാഴ്ചകൾ കാണാൻ കഴിയില്ല. പ്രകാശമുണ്ടോ പ്രകാശമില്ലയോ ഇത് മാത്രമാണ് അതിന് തിരിച്ചറിയാൻ കഴിയുന്നത്. ആദ്യമുണ്ടായ കണ്ണുകളെല്ലാം അങ്ങനെ ആയിരുന്നു. പ്ലനേറിയയുടെ കപ്പ് ഐ, ആ കണ്ണുകൾക്ക് പ്രകാശം വരുന്ന ഡിറക്ഷനെ തിരിച്ചറിയാൻ സാധിക്കും, അതിനപ്പുറം ഒന്നും കഴിയില്ല. നൗട്ടിലിയസിൻ്റെ പിൻഹോൾ ക്യാമറ ഐ, ആ കണ്ണിന് കാഴ്ചകൾ കാണാൻ സാധിക്കും, പക്ഷേ നമ്മൾ കാണുന്ന പോലെ ഷാർപ്പായിട്ടുള്ള കാഴ്ചയല്ല, വളരെ ബ്ലർഡ് ആയിട്ടുള്ള കാഴ്ചകളായിരിക്കും കാണുക. അതേസമയം ഒക്ടോപ്പസിൻ്റെയും മനുഷ്യൻ്റെയും ഒക്കെ കണ്ണുകൾ എടുത്തു കഴിഞ്ഞാൽ അത് ലെൻസ് അടങ്ങിയിട്ടുള്ള കണ്ണാണ്. ആ കണ്ണിന് വളരെ ഷാർപ്പായിട്ടുള്ള ബ്ലർഡ് അല്ലാത്ത ദൃശ്യങ്ങൾ കാണാൻ കഴിയും. എവല്യൂഷനെക്കുറിച്ച് ഒരു സ്റ്റോറി പോലെ കുറേ ചിത്രങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് ഒരു 45ഓളം മിനിറ്റ് ദൈർഘ്യമുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു. ആ വീഡിയോയുടെ ഭാഗങ്ങളിൽ എങ്ങനെയാണ് കണ്ണ് ഇന്ന് കാണുന്ന തരത്തിലേക്ക് മാറിയതെന്ന് വളരെ ഡീറ്റെയിൽ ആയിട്ട് ചിത്രങ്ങളൊക്കെ ഉപയോഗിച്ച് ഞാൻ വിശദീകരിച്ചിരുന്നു. താല്പര്യമുള്ളവർക്ക് അതിൻ്റെ ലിങ്ക് ഞാൻ ഐ ബട്ടണിൽ കൊടുത്തേക്കാം, ഒന്ന് പരിശോധിച്ച് നോക്കുക. ബീഹിയുടെ ഇറഡ്യൂസിബിൾ കോംപ്ലക്സിറ്റി ശരിക്കും ഒരു നിയമയുദ്ധമായിട്ട് തന്നെ മാറിയിട്ടുണ്ട്. 2005 ഇതിനാസ്പദമായിട്ടുള്ള കേസ് നടക്കുന്നത് അങ്ങ് അമേരിക്കയിലാണ്. അമേരിക്കയിലെ ഡോർ ഏരിയ സ്കൂളിൽ അവരവരുടെ കരിക്കുലത്തിൽ സിലബസിൽ ചില മാറ്റങ്ങളൊക്കെ വരുത്തി. ശാസ്ത്ര പുസ്തകത്തിൽ അവർ അഡീഷണലായിട്ട് ചില കാര്യങ്ങൾ കൂടി തിരികെ കയറ്റി. അതാണ് ഇൻ്റലിജൻറ്റ് ക്രിയേഷൻ. എവല്യൂഷനിലൂടെ അല്ല, മറിച്ച് ബീഹി പറഞ്ഞതുപോലെ തന്നെ ഇറഡ്യൂസിബിൾ കോംപ്ലക്സിറ്റി കാരണം ഒരേ ഒരു കാര്യം മാത്രമേ സാധിക്കുകയുള്ളൂ, അത് ക്രിയേഷനാണ്, ഇൻ്റലിജൻറ്റ് ക്രിയേഷൻ. ഇത് പിന്നീട് ഒരു വലിയ നിയമയുദ്ധത്തിന് കാരണമായി. കോടതിയിൽ വിചാരണ നടന്നപ്പോൾ ഒരു ബയോളജിസ്റ്റായ കെന്നത്ത് മില്ലർ ഇറഡ്യൂസിബിൾ കോംപ്ലക്സിറ്റി ഒരു ശാസ്ത്രമേ അല്ലെന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു. അതിന് പ്രധാനമായിട്ടും അദ്ദേഹം ഉപയോഗിച്ചത് ബ്ലഡ് ക്ലോട്ടിങ്ങിലെ വാദമായിരുന്നു. ബ്ലഡ് ക്ലോട്ടിങ്ങിൽ ഒരുപാട് പ്രോട്ടീനുകൾ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ആ പ്രോട്ടീനുകളെല്ലാം ഒന്നിനു പുറകെ ഒന്നായിട്ട് തന്നെ പ്രവർത്തിച്ചാൽ മാത്രമല്ല ക്ലോട്ടിംഗ് നടക്കുന്നത്, അല്ലാതെയും ബ്ലഡ് ക്ലോട്ടിംഗ് നടക്കും. ഒടുവിൽ കോടതിയുടെ വിധി ഇങ്ങനായിരുന്നു: ഇറഡ്യൂസിബിൾ കോംപ്ലക്സിറ്റി ഒരിക്കലും ഒരു ശാസ്ത്രമാകുന്നില്ല, ശാസ്ത്രീയമായിട്ടുള്ള ഒരു അടിത്തറയുമില്ല, അത് ഒരു റിലീജിയസ് ആയിട്ടുള്ള കാഴ്ചപ്പാട് മാത്രമാണ്. അതിനെ തുടർന്ന് പിന്നീട് ആ സ്ഥാപനത്തിന് അവരുടെ സിലബസിൽ നിന്നും ഇൻ്റലിജൻറ്റ് ക്രിയേഷൻ പൂർണ്ണമായിട്ടും ഒഴിവാക്കേണ്ടി വന്നു. ഈ കാലഘട്ടത്തിൽ നമ്മളുടെ ഇന്ത്യയിൽ പബ്ലിഷ് ചെയ്യുന്ന ശാസ്ത്ര പുസ്തകങ്ങൾ, ഞാൻ ഉദ്ദേശിക്കുന്നത് സ്കൂളിൽ പഠിപ്പിക്കുന്ന ശാസ്ത്ര പുസ്തകങ്ങളാണ്, ആ ശാസ്ത്ര പുസ്തകങ്ങളിലും എവല്യൂഷൻ തിയറി അല്ലാതെ ഇൻ്റലിജൻറ്റ് ക്രിയേഷനെക്കുറിച്ച് ഒരിക്കലും പഠിക്കാനില്ല. പക്ഷേ നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതലുള്ളത് വിശ്വാസികളാണ്, എവല്യൂഷന് എതിരെ സംസാരിക്കുന്ന ആളുകളാണ്. എന്നിട്ട് പോലും ഇവിടെ എവല്യൂഷൻ തിയറി തെറ്റാണ്, പകരം ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ക്രിയേഷനാണ് ശരിയെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ സ്കൂളിൽ കുട്ടികളെ ഒരിക്കലും ആരും പഠിപ്പിക്കുന്നില്ല. അങ്ങനെ പഠിപ്പിക്കാൻ പാടില്ല. കാരണം ഇൻ്റലിജൻറ്റ് ക്രിയേഷൻ അല്ല ശരി, എവല്യൂഷനാണ് ശരി. നിങ്ങൾക്ക് ഞാനൊരു 25 മെമ്മറി ട്രിക്കുകൾ പറഞ്ഞു തരാം. ഈ ട്രിക്കുകൾ ഉപയോഗിച്ച് എത്ര കടുകട്ടിയായിട്ടുള്ള വിഷയങ്ങളും വളരെ ഈസി ആയിട്ട് പഠിക്കാനും ദീർഘനാളത്തേക്ക് നിങ്ങളുടെ ഓർമ്മശക്തിയിൽ സൂക്ഷിക്കാനും സാധിക്കും. ഈ 25 മെമ്മറി ട്രിക്കുകൾ ഒരു കോഴ്സിൻ്റെ രൂപത്തിൽ ബ്രൈറ്റ് കേരളൈറ്റിൻ്റെ വെബ്സൈറ്റിലും മൊബൈൽ ആപ്ലിക്കേഷനിലും ഇപ്പോൾ അവൈലബിൾ ആണ്. 3000 രൂപയാണ് ഈ കോഴ്സിൻ്റെ ഫീ. എന്നാൽ നിങ്ങൾ ഇപ്പോൾ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ 20% ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ്. അതിനുവേണ്ടി സ്ക്രീനിൽ കാണുന്നത് പോലെ MBK20 എന്ന പ്രൊമോ കോഡ് ഉപയോഗിക്കുക. ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ ഇപ്പോൾ തന്നെ പരിശോധിക്കുക. കൂടുതൽ സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലൂടെയോ ഫേസ്ബുക്കിലൂടെയോ അല്ലെങ്കിൽ മെയിലിലൂടെയോ നിങ്ങൾക്ക് എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഇവയുടെ എല്ലാ ലിങ്കുകൾ ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും കൊടുത്തിട്ടുണ്ട്.